യഹൂദന്മാരെ കാണുമ്പോ അഭിഷേകം മറക്കുന്നവനല്ല യഥാർത്ഥ അഭിഷിക്തൻ. യഹൂദനെ കാണുമ്പോൾ ധൈര്യത്തോടെ നിന്നിട്ട് പറയണം, എടാ ഇതെന്താണെന്ന് നിനക്കറിയാമോ? ഇത് എന്റെ പിതാവിന്റെ ആലയമാണ്, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട സ്ഥലമാണ്. നീ അതിനെ കള്ളന്റെ ഗുഹയാക്കി, കള്ളന്മാരുടെ ഗുഹയാക്കി. ഇത് പറയാൻ കഴിവുള്ള ഒരു കൂട്ടത്തെ കർത്താവിന് അന്വേഷിക്കുകയാണ്. അധികാരമുള്ള അഭിഷിക്തന്മാരെ ഇന്ന് കർത്താവ് അന്വേഷിക്കുക. എത്ര പേര് തയ്യാറായിട്ട് നിൽക്കും? ഹല്ലേലൂയ. സ്തോത്രകാഴ്ചയുടെ വലിപ്പം നോക്കാതെ ഉള്ളതുപോലെ പറയാൻ കഴിവുള്ള ഒരു കൂട്ടത്തെ എന്റെ കർത്താവിന് വേണം. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്തത്താൽ ജയം. യഹൂദന്മാരുടെ സകല നിയമങ്ങൾക്കും എതിരായിട്ട് യേശു സംസാരിച്ചു. അതുകൊണ്ടാ യേശുവിന് അത്രയും വേഗം ക്രൂശ് കിട്ടേണ്ടതായിട്ട് വന്നേ. ഞാൻ പറയാം, യേശു രണ്ട് കാര്യങ്ങളാണ് തന്റെ ശുശ്രൂഷ വേളയിൽ ചെയ്തത്. ഒന്ന്, അവൻ അത്ഭുതങ്ങൾ ചെയ്തു. രണ്ട്, അവൻ ഉപദേശിച്ചു. ഈ രണ്ട് കാര്യത്തിൽ ഏത് കാര്യമാണ് യേശുവിനെ ക്രൂശിലേക്ക് നയിച്ചത്? അത്ഭുതമല്ല. അത്ഭുതം എല്ലാവർക്കും ഇഷ്ടം. ഉപദേശമാ പ്രശ്നം. ചെല്ലു പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇരുന്ന പാസ്റ്റർ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പുതിയ പാസ്റ്റർ വലിയ പ്രശ്നക്കാരനാണ്. പുള്ളിയുടെ ഒരു വിടത്തിന് നടക്കുന്നില്ല. അവനാ യഥാർത്ഥ ദൈവവേലക്കാരൻ. അവനെ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് പറയുമ്പോഴും വേദനയോടെ ഞാൻ അത് പറയുന്നത്, സിബിച്ചൻ പാസ്റ്റർ എന്ന് പറയുന്ന ദൈവാസനുണ്ട്. ദിവസത്തിനൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു ദൈവാസന സിബിച്ചൻ പാസ്റ്റർ. ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചർച്ചയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വഴി സൈഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഈ മനുഷ്യൻ കണ്ടു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ആ മാളക്കട മുതൽ ആ ചെറുക്കന്റെ വീട് വരെ അവനെ തട്ടി. സ്തോത്രം. ചെന്നപ്പോ അമ്മ ചോദിച്ചു, എന്തിനാ പാസ്റ്ററെ മോനെ തല്ലുന്നേ? പാസ്റ്റർ പറഞ്ഞില്ല, മോനോട് ചോദിക്കാൻ പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് മോനെ കൊണ്ട് പറയിച്ചു. എന്തിനാ? അന്നോടെ അവൻ മാനസാന്തരപ്പെട്ടു. ഈ പാസ്റ്റർ മരിച്ചു കിടന്നപ്പോ അവൻ വന്ന് നെഞ്ചത്തലച്ച് കരഞ്ഞിട്ട് ചോദിക്കുക, ഇനി എന്നെ പാപത്തിൽ നിന്ന്, ഞാൻ പാപം ചെയ്താൽ എന്നെ ആ പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ട് ആരാ ഉള്ളേ? അവൻ അലമുറയിട്ട് കരയുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദൈവദാസന്മാരെ കർത്താവ് അന്വേഷിക്കുക. ഹല്ലേലൂയ. പാപം ചെയ്താൽ സ്വത്രകാഴ്ചയുടെ വലിപ്പം നോക്കി പാപം പാപമല്ലെന്ന് പറയുന്നവനല്ല ദൈവദാസൻ. പാപത്തെ നോക്കി പാപമെന്ന് വിളിച്ചു പറയുന്നവനാണ് അവനെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെ ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ പറയും, എന്തിനാ നമ്മളിത് പറയാൻ പോകുന്നേ? നീ അല്ലാതെ പിന്നെ ആരെ ഇതിനകത്ത് പറയാൻ പോകുന്നേ? മർത്തോമാ സഭയിലെ അച്ഛൻ വന്ന് പ്രസംഗിക്കുമോ? പെന്തക്കോസ്ത് സഭയില് ഓണപ്പുറമാസം ഇല്ല. ഇതിനകത്ത് പറയാനുള്ളത് നീ തന്നെയാണ്. നിന്നെ ദൈവം അതിനുവേണ്ടിയാണ് കണ്ടിരിക്കുന്നത്. ശക്തിയോടെ നിന്നിട്ട് പറ, കുഞ്ഞെ, ഇതിനകത്ത് ഈ പരിപാടി നടക്കത്തില്ല. യെരൂശലേം ദേവാലയത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ കണ്ടപ്പോൾ യേശു എന്താ പറഞ്ഞേ? നമ്മൾ വെറുതെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് ചോദിച്ച് യേശു ഇറങ്ങിപ്പോവല്ല ചെയ്തത്. ഒരു ചമ്മട്ടി ഉണ്ടാക്കി സകലതിനെയും അവിടുന്ന് പുറത്താക്കി കളഞ്ഞു. യേശു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യേശുവിന്റെ അടുക്കൽ യഹൂദന്മാർ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിലാണ് ചെയ്തത്? നിനക്കറിയാമോ ഇത് 40 സംവത്സരം കൊണ്ട് പണിതുയർത്തിയതാ. ഇതിന്റെ പാരമ്പര്യം നിനക്കറിയാമോ? നിനക്ക് എത്ര വയസ്സുണ്ട്? 31 വയസ്സ്. എന്നാൽ സ്തോത്രം, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് 40 സംവത്സരങ്ങൾ ഉണ്ടാക്കിയതാ. നിനക്ക് ഈ അധികാരം എവിടെ കിട്ടിയേ? യേശു ആ ദേവാലയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ദേവാലയത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നേ? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരാൻ പോവുക. ഞാൻ പറയാം, വ്യക്തമായി ദൂത് പറയാൻ തന്റെ ഉള്ളവനെ കർത്താവിന് വേണം. ഹല്ലേലൂയ. ഇല്ലാത്തവനെ ഒന്നും കർത്താവിന് വേണ്ട. സ്തോത്രം. വ്യക്തമായി ശക്തിയോടെ പറ. ഞാൻ പറയാം, ഒന്നേ പ്രസംഗിച്ചുള്ളെങ്കിൽ സ്തേഫാനോസ് ഒന്നേ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ ആ പ്രസംഗം, സ്തോത്രം, അവൻ സ്വർഗം കണ്ടു. അനേകരെ സ്വർഗം കാണിച്ചു. സ്തേഫാനോസിനെ കുറിച്ച് പഠിച്ചപ്പം ഞാനിങ്ങനെ ചോദിച്ചു, സ്തേഫാനോസെ, നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ പ്രസംഗിക്കാൻ വേണ്ടി ഒന്നും വിളിച്ചതല്ല. പിന്നെയോ മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ സ്തേഫാനോസിനെ തെരഞ്ഞെടുത്തത്. പക്ഷെ മേശയൊക്കെ ഇട്ടിട്ട് ഈ പുള്ളിക്കാരൻ ഇപ്പൊ അവിടെ പോയിരിക്കുക, പ്രസംഗിക്കാൻ പോയിക്ക. അവിടെ ചെന്ന് പ്രസംഗിച്ചോണ്ടിരുന്നപ്പോഴാ യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും ഇദ്ദേഹത്തിന് ചുറ്റും കൂടി കല്ലുപൊറുക്കി അറിയാൻ തുടങ്ങിയത്.
കല്ല് പെറുക്കി എറിയുമ്പോൾ വരുന്ന കല്ലിന്റെ വലിപ്പമല്ല അവൻ നോക്കിയത്. ആ കല്ല് തന്റെ ശരീരത്ത് വന്ന് വധിക്കുമ്പോഴും അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നോക്കിയാണ് എന്താ സംഭവിച്ചേ? ആ കല്ലിന്റെ വലിപ്പമല്ല അവൻ അറിയേണ്ടത്, സ്വർഗം എന്ന് പറയുന്നു. ഞാൻ ഈ വേദന അനുഭവിക്കുമ്പോൾ സ്വർഗത്തിന് എന്താ പറയാനുള്ളത്? അവൻ എന്നെ കല്ല് പെറുക്കി എറിയുമ്പോൾ സ്വർഗം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ കണ്ടു. പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രനെ ഇരിക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കുക. അവൻ ഇരിക്കാൻ പറ്റത്തില്ല, അവൻ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് അവനെ, വാ മോനെ, നീ കയറി വാ, ഒന്നേ പ്രസംഗിച്ചുള്ളൂ, അത് മതി. ഒന്നേ ഒന്ന് പ്രസംഗിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ പ്രസംഗമായിരുന്നു. ഒരുത്തനെ സൂപ്പിക്കാത്ത, രസിപ്പിക്കാത്ത, സന്തോഷിപ്പിക്കാത്ത നല്ലൊരു പ്രസംഗം. ജീവൻ പോയാലെന്താ? പ്രസംഗിച്ചാൽ അങ്ങനെ പ്രസംഗിക്കാം. ഹല്ലേലൂയ. വ്യക്തമായി ഞാൻ പറയാം, കർത്താവിന് വേണ്ടി ഒരു ദിവസം നിന്നുള്ളെങ്കിലും ശക്തിയോടെ നിൽക്കാൻ. ഇല്ലെങ്കിൽ പറ, കർത്താവേ എന്നെ കൊണ്ട് പറ്റത്തില്ല. പൗലോസൊക്കെ പറയുന്ന പോലെ പുരുഷത്വം കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ പൗലോസ് നാണം കെടുത്തി ചോദിക്കുന്ന പോലെ, നാണം കെടുത്തി പറയുന്നത് പറയാ, എടാ പുരുഷത്വം കാണിക്കണം. എടാ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടടാ, അവർക്ക് ഒരു വാക്ക് കാണത്തുള്ളടാ, ആ പുരുഷത്വം ഒന്ന് കാണിക്ക്. ഇത് പൗലോസിന്റെ വാക്ക്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചാൽ ആ പുരുഷത്വം കാണിച്ച് സഭയിൽ നിൽക്കണം. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാൻ പഠിക്കണം. സ്തോത്രം. നമ്മൾ പറയും യേശു താഴ്മയും വിനയവും ഉള്ളവനായിരുന്നു, അതുകൊണ്ട് നമ്മളും താഴ്മയും വിനയവും. നമ്മൾ എന്ത് ചെയ്യും? താഴ്മയും വിനയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? താടി മുടി നീട്ടി വളർത്തി താടിക്ക് കഴിയും കൊടുത്ത് എപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരാള്. അങ്ങനെ ആയിരുന്നു യേശു. അങ്ങനെ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല. ബൈബിളിൽ കാണുന്ന യേശു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്ന യേശു. അവൻ ദേവാലയത്തിൽ നിന്ന് അവിടുത്തെ അധർമ്മങ്ങളെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ എണ്ണത്തിനെ പുറത്താക്കി വിട്ടപ്പോഴും യേശുവിന്റെ മേൽ ഈ സ്തോത്രം, ഈ ഭാവം ഉണ്ടായിരുന്നു. ഏത് ഭാവം? അവൻ ആ സ്തോത്രം കരുണയും കൃപയും നിറഞ്ഞവനായ യേശു തന്നെയായിരുന്നു അപ്പോഴും. താഴ്മയും വിനയവുമുള്ള യേശു തന്നെയായിരുന്നു അപ്പോഴും. നമ്മുടെ താഴ്മ എന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. അതാണ് താഴ്മ. മനസ്സിൽ ഇവനെ 10 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് മനസ്സിൽ, പക്ഷെ നമ്മൾ പുറമേ എന്ത് ചെയ്തില്ല. നമ്മുടെ ഉപവാസത്തെ കുറിച്ച് ചിന്തിച്ചാല്, ഉപവസിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് വായിലൊന്നും വെക്കത്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് 10 ബിരിയാണി ആയി കഴിക്കും, അല്ലേ? ഒരു 2 KFC ആയി കഴിക്കും മനസ്സുകൊണ്ട്. അതിന് നല്ല എന്റെ കുഞ്ഞെ കൈ കൊണ്ട് ഒരു KFC കഴിക്കുന്ന, അതിന് നല്ല കൈ കൊണ്ട് ഒരു ബിരിയാണി കഴിക്കുന്ന. മനസ്സുകൊണ്ട് കഴിക്കുന്നതിനേക്കാൾ കൈ കൊണ്ട് കഴിക്കുന്ന നല്ലത്. ശരീരത്തിനേലും ഗുണം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. യേശു ഒരു ദിവസം നടന്നു പോവുക. യേശു പറഞ്ഞു, എനിക്ക് വിശക്കുവോ? നമ്മളാരും ആണ് പറയുവോ? നമ്മുടെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ ഒരു കാര്യം പുറത്ത് പറയത്തില്ല, ഒറ്റ കാര്യം. ഒരു വീട്ടിലോട്ട് നമ്മൾ ചെന്നു, അവനെല്ലാം കഴിച്ചിട്ടാണെന്ന്, വിശക്കുന്നുണ്ടോ? എനിക്കൊക്കെ വിശക്കുന്നുണ്ട്. വിശന്ന് പൊരിഞ്ഞിരിക്കേ പുള്ളിക്ക്. പക്ഷെ പുള്ളി പറഞ്ഞ വിശക്കുന്നില്ലെന്ന്. കള്ളത്തരവല്ലേ പറയുന്നത്? വിശക്കുന്നുണ്ടെന്നങ്ങ് പറ. അതെന്താ പറയത്തില്ലാത്ത? നീ ഉടയപ്പെട്ടിട്ടില്ല കൊണ്ടാ. യേശു ഒരിക്കൽ പറഞ്ഞു, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ പാസ്റ്ററാകാൻ ഇച്ഛിച്ചാലെന്നല്ല, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കണം. നമ്മൾ പറഞ്ഞിരിക്കാൻ അറിയോ? ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല, പാസ്റ്റർമാർക്കുള്ളതാ. അല്ല, എല്ലാവരോടും കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. ചില സഭക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും പാസ്റ്ററിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അതിനാ നിങ്ങളും പാസ്റ്ററും തമ്മിൽ എന്താ വ്യത്യാസം? കർത്താവ് എല്ലാവരെയും വിളിച്ച് ഒരുപോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണം. എങ്ങനെ തന്നെത്താൻ ത്യജിക്കുന്നത്? ഒരു മഹാനായ മനുഷ്യന്റെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് അയാൾ എഴുതിയിരിക്കുക, ഞാൻ ഇല്ലാതായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനാകുന്നത്. എന്നിലെ ഞാനെന്ന് അഹങ്കാരിയായ ഒരു മനുഷ്യനുണ്ട്. അവൻ എപ്പോഴാണോ തകരപ്പെടുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിലെ ഞാൻ വെളിയിൽ വരുന്നത്. അതുവരെ വെളിപ്പെട്ടു നിൽക്കുന്ന അഹങ്കാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് പറയാനുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഒരു മനുഷ്യനാണെങ്കിൽ 3 ഘടകങ്ങൾ ഒന്ന് പറ. ദേഹി,
ആത്മാവ്. എങ്ങനെ ഈ ഉടയപ്പെടൽ സംഭവിക്കാത്തതെന്ന് ഞാൻ പറയാം. ഒരു മനുഷ്യനടങ്ങിയിരിക്കുന്ന 3 ഘടകം ഏതാ? ദേഹം, ദേഹി, ആത്മാവ്. വേഗത്തിൽ ഒന്ന് വായിച്ച് 1 തെസ്സലോനിക്കർ 5:23 വായിച്ച്. 1 തെസ്സലോനിക്കർ 5:23 പെട്ടെന്ന് വായിച്ച്. എന്തുകൊണ്ടാണ് ഉടയപ്പെടൽ സംഭവിക്കാത്തതെന്ന് വേഗത്തിൽ നോക്കാം. മതി. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നോക്കുക, അവിടെ പറയുക നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. എത്ര പേര് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്? ആത്മാവും പ്രാണനും ദേഹവും. നിങ്ങളോട് ചോദിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ 3 ഘടകം വെച്ചു നിങ്ങൾ എങ്ങനെ പറഞ്ഞതുപോലും ചിലർ മറന്നുപോയി. ദേഹം, ദേഹി, ആത്മാവ്. പക്ഷെ വചനം അങ്ങനെ പറയുന്നേ, ആത്മാവ്, പ്രാണൻ, ദേഹം. എന്താ സംഭവിച്ചത്? ഒരു മർമ്മം ഞാൻ പറയാം. ദേഹം, ദേഹി, ആത്മാവ് എന്നൊരു പദം ബൈബിളിനകത്തില്ല. ഏത് പദം? ദേഹം, ദേഹി, ആത്മാവ് എന്നൊരു പദം ബൈബിളിലില്ല. ഇതിനകത്ത് ആകെ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡർ ഇതാണ്: ആത്മാവ്, പ്രാണൻ, ദേഹം. പിന്നെ ഇത് എവിടുന്ന് വന്നു? ദേഹം, ദേഹി, ആത്മാവിന്റെ ഓർഡർ ആരിൽ നിന്ന് വന്നു? നമ്മളിൽ നിന്ന് വന്നു, അല്ലേ? ആരോട് ചോദിച്ചാൽ അവരെല്ലാം പറയും ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ എന്ത് പറയും? കർത്താവേ, എന്റെ ദേഹം, ദേഹി, ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പാടുമ്പോ നമ്മൾ എങ്ങനെ പറയും? ദേഹം, ദേഹി, ആത്മാവിൽ. മതി മതി, കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ദേഹം, ദേഹി, ആത്മാവ്. ഏതൊരു മനുഷ്യൻ തുടങ്ങിയാലും അവനെവിടെ തുടങ്ങത്തുള്ളൂ? ദേഹത്തിൽ. ദൈവം തുടങ്ങിയാൽ എവിടെ തുടങ്ങും? എന്താ അങ്ങനെ? ദൈവത്തിന് പ്രാധാന്യം ഉള്ളിടത്ത് ദൈവം തുടങ്ങി. എനിക്ക് പ്രാധാന്യം ഉള്ളിടത്ത് ഞാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. എനിക്ക് പ്രാധാന്യം എന്തിനാ? എനിക്ക് പ്രാധാന്യം ദേഹത്തിലായതുകൊണ്ട് ഞാൻ എവിടെ തുടങ്ങി? ദേഹം. ദൈവത്തിന് പ്രാധാന്യം എന്റെ ആത്മാവിലായതുകൊണ്ട് ദൈവം തുടങ്ങി. ദൈവം പറഞ്ഞു നിന്റെ ആത്മാവിന്റെ അവസ്ഥ എനിക്കൊന്നറിയണം. ഞാൻ പറഞ്ഞു അല്ല കർത്താവേ, ഞാൻ ഉപവസിക്കുന്നത് എന്റെ ദേഹത്തെ കുറിച്ച് എനിക്കൊന്നറിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദേഹത്തിന് പ്രാധാന്യം, ദൈവം ആത്മാവിന് പ്രാധാന്യം കൊടുത്തു. അതാണ് ഈ പ്രശ്നം മുഴുവൻ വരാൻ കാരണം. ശരിയല്ലേ? നമ്മൾ ആത്മാവിന് വേണ്ടിയുള്ളതാണോ ചെയ്യുന്നത്? അത് ദേഹത്തിന് വേണ്ടിയുള്ളതാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഉപവസിക്കുന്നത് എന്തിനാ? നടുവേദന മാറണം, കൊച്ചിന്റെ കല്യാണം നടക്കണം, വീടുപണി ഒന്ന് പൂർത്തീകരിക്കപ്പെടണം. ഇതൊക്കെയല്ലേ നമ്മുടെ വിഷയം. ഏതെങ്കിലും ഒരാള് ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യം. ദൈവം നിങ്ങളെ ധാരാളം. യേശു എന്തിനു ഉപവസിച്ചെന്നറിയാമോ? ലൂക്കോസ് 4:14. അവൻ ആത്മാവിന്റെ